ഹലോ ഗൈസ്, മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ എന്നും കാണുന്ന സ്ഥലത്തല്ല കേട്ടോ ഇന്ന് നമ്മളുള്ളത്. ഇന്ന് നമ്മൾ എൻ്റെ വീട്ടിൽ ആണുള്ളത്. വെഞ്ഞാറമൂട് നിന്ന് ഏകദേശം ഒരു 30-35 കിലോമീറ്റർ ദൂരമുണ്ട്. കടയ്ക്കലാണ് സ്ഥലത്തിൻ്റെ പേര്. കടയ്ക്കൽ തുളയന്നൂർ എന്നാണ്. കൊല്ലം ജില്ലയാണ് സ്ഥലം. ഇന്ന് ഞങ്ങൾ വീട്ടിലോട്ട് വന്നിട്ട് ഇപ്പോൾ 2 ദിവസമായി. വേറെ കുറച്ച് പ്രോഗ്രാംസ് ഉണ്ടായിരുന്നു, അതുകൊണ്ട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ച് വീടിൻ്റെ ചുറ്റുപാടൊക്കെ ഒന്ന് വീഡിയോയിൽ കാണിക്കാമെന്ന് വിചാരിച്ച്. ഇപ്പോൾ ഉച്ചയായി കേട്ടോ സമയം. ഞാനും പൊന്നൂട്ടിയൊക്കെ കാപ്പിയൊക്കെ കുടിച്ച് കുളിച്ചു. ഇന്നത്തെ ജോലികളെല്ലാം കഴിഞ്ഞു. പൊന്നൂട്ടിയാണെങ്കിൽ കളിക്കാനായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അവിടെയാണെങ്കിൽ ഈ സമയത്തൊക്കെ നല്ല വെയിലുണ്ട്. ഇവിടെയും നല്ല വെയിലുണ്ട്, എന്നാൽ അവിടുത്തെ അത്ര ചൂട് ഇവിടെ ഇല്ല. കുറേ മരങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് തന്നെ അത്ര ചൂടില്ല. അതുകൊണ്ട് പൊന്നൂട്ടി ഇങ്ങനെ മുറ്റത്തൊക്കെ ഇറങ്ങിയിരിക്കണം. ഞാൻ പറഞ്ഞെങ്കിൽ പിന്നെ നമുക്കൊരു വീഡിയോ എടുക്കാൻ പൊന്നൂട്ടി എന്ന് പറഞ്ഞു. വീഡിയോ എടുക്കുന്ന കാര്യം പറഞ്ഞാൽ പിന്നെ പൊന്നൂട്ടിക്ക് അതിനപ്പുറം ഒരു സന്തോഷമൊന്നും പൊന്നൂട്ടിക്ക് വേറെ ഇല്ല. പൊന്നൂട്ടി പറഞ്ഞാൽ അമ്മ എടുക്ക്, ഞാൻ ഓടുന്ന എടുക്ക്, ഞാൻ ഇങ്ങോട്ട് നടക്കുന്ന എടുക്കുക എന്നൊക്കെ പറഞ്ഞു. അതൊക്കെ അവളെ ഒരു സമാധാനത്തിന് ഞാൻ അതൊക്കെ എടുത്ത് കൊടുത്തിട്ടുണ്ട്. കുറേ ചെടികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ ഉണ്ണിക്കുണ്ട കല്യാണം ആയപ്പോഴത്തേന് മുറ്റമൊക്കെ ഒന്ന് മെറ്റലിട്ട് റെഡിയാക്കിയപ്പോൾ ചെടികളെല്ലാം എടുത്ത് കളഞ്ഞു. പിന്നെ ചെമ്പരത്തിയും ആ ഒരു തെറ്റിയും മാത്രം അമ്മയുടെ നിർബന്ധം കാരണം നിർത്തിയിരുന്നതാണ്. അമ്മയ്ക്ക് വല്ലപ്പോഴും ഇവിടെ വരുമ്പോൾ വിളക്ക് കത്തിക്കുമ്പോൾ ചെമ്പരത്തിയോ തെറ്റിയോ എന്തെങ്കിലും വിളക്കിൻ്റെ മുന്നിൽ വെക്കണം എന്നുള്ളത് കൊണ്ട് മാത്രം ആ 2 എണ്ണം 2 സൈഡ് നിർത്തിയിട്ട് ബാക്കി എല്ലാം എടുത്ത് കളഞ്ഞതാണ്. ഒരു പ്ലാവും ഒരു തെങ്ങും കൂടെയൊക്കെ ഉണ്ടായിരുന്നു, എല്ലാം എടുത്ത് കളഞ്ഞു. പൊന്നൂട്ടി കിടന്ന് ഓടുമ്പോൾ എനിക്ക് പേടിയാണ് കേട്ടോ. ഇവിടെ നിന്ന് വീണ എന്തായാലും കാലൊടിയും. വേറൊന്നും സംഭവിക്കത്തില്ല, തലയൊക്കെ ഇടിക്കുകയോ കാലൊടിയൊക്കെ ചെയ്യും. പൊന്നൂട്ടി കിടന്ന് ഓടുവാണ്. അവളെ വിചാരം ഞാനിതെല്ലാം അവളെ വീഡിയോയിൽ, എൻ്റെ വീഡിയോയിൽ അവൾ ഈ കാണിക്കുന്ന എല്ലാം എടുക്കുമെന്നും പറഞ്ഞാണ് ഈ കിടന്ന് ഓടുന്നത്. ഇവിടെ ചുറ്റും റബ്ബറാണേ, 3 സൈഡും റബ്ബറാണ്. അതിൻ്റെ നടുക്ക് ഒരു വീട്. എല്ലാ വീട്ടിൻ്റെ ചുറ്റിലും, ഇവിടെ അത്യാവശ്യമുള്ള എല്ലാ വീടിൻ്റെ ചുറ്റിലും 4 സൈഡും റബ്ബർ തന്നെയായിരിക്കും. ഇപ്പോഴൊന്നും കുഴപ്പമില്ല. നല്ല കാറ്റുള്ള വൃശ്ചിക മാസം ആ ഒരു സമയത്ത് തൂക്കാനേ ഉണ്ടാവുള്ളൂ. നമ്മൾ തന്നെ ഇവിടെ താമസമില്ലാത്തതുകൊണ്ട് അനിയനും അവളുമൊക്കെ വരുമ്പോൾ മാത്രം ഇനി വരും, അല്ലാതെ അമ്മ മാത്രമേ ഉള്ളൂ. എൻ്റെ കൂടെയാണ് അമ്മ നിൽക്കുന്നത്. അപ്പോഴും ഞങ്ങൾ വല്ലപ്പോഴുമൊക്കെ വരുമ്പോഴാണ് ഇവിടെ തൂക്കാനുള്ളൊരു പാട്. ഇന്ന് ഉച്ചയ്ക്ക് പഴങ്കഞ്ഞിയാണ് കേട്ടോ. ചോറുണ്ടായിരുന്നു, ഞാൻ അമ്മയടുത്തോണ്ട് പഴങ്കഞ്ഞി മതിയെന്ന് പറഞ്ഞ്. ഈ വീഡിയോയിൽ ഞാൻ പഴങ്കഞ്ഞി കുടിക്കുന്ന കാണുമ്പോൾ ഏട്ടൻ എന്നെ കൊല്ലും, കാരണം തടി കൂടുന്നതുകൊണ്ട് എന്നെ പഴങ്കഞ്ഞി കുടിക്കാൻ സമ്മതിക്കാറില്ല. താഴത്തെ ഓവനായ്മ എന്ന ചക്ക ഉണ്ടായിരുന്നു, അങ്ങനെ ചക്കയൊക്കെ വേവിച്ച് അമ്മ രസം വെച്ചിട്ടുണ്ടായിരുന്നു. ഇന്നലെ നല്ല മത്തി മീൻ കിട്ടി, അപ്പോൾ അത് അമ്മ വറ്റിച്ച് വെക്കാമെന്ന് വിചാരിച്ച് രാത്രിയിൽ വറ്റിച്ച് വെച്ചപ്പോൾ അതങ്ങ് കുറച്ച് അധികം വറ്റിപ്പോയി. അതാണ് ഇങ്ങനെ ഇരിക്കുന്നത്. അതൊക്കെ വെച്ച് ഞാൻ വിചാരിച്ച് നല്ലൊരു പഴങ്കഞ്ഞി കുടിക്കാം എന്ന് വിചാരിച്ച് ഇങ്ങനെ ഇരിക്കുവാണ്. പൊരിച്ച മീനും ഉണ്ട്, അച്ചാറുണ്ട്, രസമുണ്ട്, ചക്കയുണ്ട്, മുളകുണ്ട്. ഇതിൽ കൂടുതലൊന്നും ഒരു പഴങ്കഞ്ഞിക്ക് വേണ്ടല്ലോ. എനിക്ക് അച്ചാറും ചക്കയും മീനുമാണ് എൻ്റെ ഫേവറേറ്റ്. തൈരും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നു. തൈരില്ലായിരുന്നു. ഇതിപ്പോൾ മലക്കറി വാങ്ങിച്ചപ്പോൾ കിട്ടിയൊരു മുളകാണെന്നുള്ളത് കേട്ടോ. പക്ഷേ എനിക്കിഷ്ടം പഴങ്കഞ്ഞിക്ക് കാന്താരി മുളകാണ് ഇഷ്ടം. അതിൻ്റെ ആ ഒരു കാന്താരിയുടെ ആ ഒരു മണം തന്നെ വേറെ ലെവലാണ്. ഈ മുളക് കുഴപ്പമില്ലെന്ന്, ഇപ്പോൾ കാന്താരി ഇല്ലാത്തതുകൊണ്ട് ഇതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തേ പറ്റുള്ളൂ കേട്ടോ. ഈ അച്ചാർ എനിക്ക് വല്യമ്മച്ചി ഇട്ടുകൊണ്ട് തന്നെയാണ്. അമ്മ ഇപ്പം അച്ചാർ ഇട്ട് വയ്ക്കുമ്പോൾ പെട്ടെന്ന് കേടായിപ്പോഴല്ല, അമ്മ അച്ചാർ ഇടാറില്ല. ഇന്നലെ പുനലൂർ പോയപ്പോൾ വല്യമ്മച്ചി ഇട്ടുകൊണ്ട് തന്ന അച്ചാറാണ്. മുളക് പിന്നെ തൽക്കാലം ഇത് മതി. പൊന്നൂട്ടി പച്ച ചോറ് കൊണ്ടിരിക്കുകയാണ്. പൊന്നൂട്ടിക്കാർ എനിക്ക് പച്ച ചോറ് മതി, എനിക്ക് മീൻ വേണ്ട, ഒന്നും വേണ്ട, വെറുതെ ഇരിക്കണം. ഞാൻ തന്നെ വാരി കൊടുത്തേ പറ്റൂ. മീനും എന്തെങ്കിലും ഇട്ട് ഞാൻ തന്നെ വാരി കൊടുത്തേ പറ്റുള്ളൂ. പഴങ്കഞ്ഞി അടിപൊളി ടേസ്റ്റായിരുന്നു കേട്ടോ. അടിപൊളി എന്ന് പറയുമ്പോൾ പക്ഷേ ഇന്നൊരു തണുപ്പുണ്ടായിട്ട് കുടിക്കാൻ അത്ര ഒരു സുഖം ഉണ്ടായിരുന്നില്ല. നല്ല ചൂട് സമയത്തൊക്കെ നമ്മൾ ഈ 12-12:30 മണിക്ക് 1 മണിക്കകത്ത് തണുത്ത പഴങ്കഞ്ഞി കുടിച്ചാൽ അടിപൊളിയായിരിക്കും. ഇന്ന് പിന്നെ രാവിലെ തൊട്ട് വലിയ ചൂടൊന്നുമില്ല, ഫുള്ളൊരു അന്തരീക്ഷമൊക്കെ തണുത്ത് നിൽക്കുവാണ്. അതുകൊണ്ട് ആ ഒരു ഫീലൊന്നും ഇല്ലെങ്കിലും പഴങ്കഞ്ഞിയുടെ ഒരു ഫീലുണ്ടായിരുന്നു. അത് അടിപൊളിയായിരുന്നു. പൊന്നൂട്ടി അവിടെ ഇരുന്ന് പച്ച ചോറ് വാരി തിന്നിട്ട് സൂപ്പറെന്നോ അടിപൊളി എന്നൊക്കെ ഇരുന്ന് പറയുകയാണ്. പച്ച ചോറാണ് കഴിക്കുന്നത്. ഞാൻ കഴിച്ചിട്ട് ഒന്നേന്ന് വാരി കൊടുക്കണം, അല്ലെങ്കിൽ അമ്മ ഇരിക്കണം. ആ മീനിൻ്റെ ഒരു പീസ് ഞാനെടുത്ത് ആ പാത്രത്തിലോട്ട് വെച്ച് കൊടുത്തപ്പോൾ അത് ക്യാമറയിൽ കാണിക്കുവാണ്. അതൊന്നും വയറ്റിലോട്ട് പോകുന്ന സാധനങ്ങളല്ല. ഇപ്പോൾ എന്തോ മാങ്ങയച്ചാർ ഇഷ്ടമാണ് കേട്ടോ. മാങ്ങയച്ചാറാണ് ഇപ്പോൾ എടുത്ത് വായിലോട്ട് വെച്ചത്. എന്നിട്ട് പറയുന്ന കേട്ടോ ഭയങ്കര ടേസ്റ്റാണെന്നൊക്കെ. ഇത് പൊന്നൂട്ടി എന്നെ അറിയുന്നവർക്കറിയാം പൊന്നൂട്ടി എന്താണ് കഴിക്കുന്നതെന്ന്. പൊന്നൂട്ടി അറിയാത്തൊരു ആയിരിക്കും. പൊന്നൂട്ടി ഭയങ്കര ഫുഡ് കഴിക്കുന്ന ഒരാളാണെന്ന് വിചാരിക്കും. കാരണം ഞാൻ എന്ത് ജ്യൂസ് അടിച്ചാലും എന്തായാലും ശരിയാണ്, പൊന്നൂട്ടിയാണ് ആദ്യം ടേസ്റ്റ് ചെയ്യുന്നത്. ടേസ്റ്റ് ചെയ്തിട്ടൊക്കെ പൊന്നൂട്ടി അടിപൊളിയെന്ന് പറയും. ആ ഒരു അടിപൊളി കഴിഞ്ഞിട്ട് പൊന്നൂട്ടി അത് കളഞ്ഞിട്ട് പോവുകയാണ് ചെയ്യാറുള്ളത്. ഈ മുളകിന് ഞാൻ വിചാരിച്ച കണക്കല്ലായിരുന്നു കേട്ടോ, നല്ല എരി ഉണ്ടായിരുന്നു. സാധാരണ ഈ മലക്കറിയിലൊക്കെ കിട്ടുന്ന മുളകിന് വലിയ എരി ഉണ്ടാവാറില്ല, പക്ഷേ ഇതിന് ഭയങ്കര എരിയായിരുന്നു. അതുകൊണ്ട് തന്നെ അധികമൊന്നും ഞാൻ കഴിച്ചില്ല. ഒരു 1-2 വട്ടം കഴിച്ചിട്ട് ഞാനങ്ങ് ആ ഒരു ആക്രാന്തം തീർന്നപ്പം ഞാൻ ആ മുളകങ്ങ് മാറ്റി വെച്ചു കേട്ടോ.
സത്യത്തിൽ ഇത് അമ്മ കുടിക്കാൻ വെച്ചിരുന്ന പഴങ്കഞ്ഞിയാണ് കേട്ടോ. അമ്മേനെ വഴക്ക് പറഞ്ഞു. അമ്മ പറഞ്ഞു, നിനക്ക് ചോറ് വെച്ച് വെച്ചിട്ടുണ്ട്, നീ എന്തിനാണ് ഈ തണുപ്പം പിടിച്ച് പഴങ്കഞ്ഞി കുടിക്കുന്നത്, എന്നിട്ട് വയറ് കേടാവും, എനിക്ക് കുടിക്കാൻ വെച്ചിരുന്നതല്ലേ. എനിക്ക് അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ചില തലേന്നത്തെ എപ്പോഴും ഒന്നും തലേന്നത്തെ ഫുഡുകൾ എനിക്ക് പിറ്റേന്ന് റെഡി ആവില്ല, വയറ്റിന് പ്രോബ്ലം വരും. അതുകൊണ്ട് അമ്മ ഇങ്ങനെ വഴക്ക് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, എനിക്കിന്ന് വ്ളോഗ് എടുക്കണം, പഴങ്കഞ്ഞി കാണിക്കണം, പഴങ്കഞ്ഞി കുടിക്കുന്ന കാണിക്കണം, അതുകൊണ്ട് ഇങ്ങനെ എടുക്കുവാണ്. അങ്ങനെ പഴങ്കഞ്ഞിയൊക്കെ കുടിച്ച് കഴിഞ്ഞിട്ടോ, പഴങ്കഞ്ഞി കുടിച്ചിട്ട് ലാസ്റ്റ് ഈ വെള്ളം കുടിക്കാൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിരിക്കും. എനിക്കും ഏറ്റവും ഇഷ്ടം ഈ വെള്ളം കുടിക്കാനാണ്. പക്ഷേ ഒരു കാര്യമെന്ന് പറഞ്ഞാൽ ഈ വെള്ളം കൂടെ കുടിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അവിടെ നിന്ന് എഴുന്നേക്കാൻ തോന്നത്തില്ല. എവിടെയെങ്കിലും ഒന്ന് കിടന്ന് ഉറങ്ങിയാൽ മതി എന്നുള്ളൊരിതാവും. എനിക്ക് ഉറങ്ങാൻ പറ്റത്തില്ല. 2 മണിക്കൂറത്തൊരു പണി കിടപ്പുണ്ട് പൊന്നൂട്ടിക്ക് ആഹാരം കൊടുക്കുക. ഇപ്പോഴത്തെ പൊന്നൂട്ടി ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. കണ്ട ആ വാതിലിനെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ പെറ്റ തള്ള സഹിക്കില്ല. ഇനി പൊന്നൂട്ടിക്ക് ഫുഡ് കൊടുക്കണം. ഞാനാണെങ്കിൽ എൻ്റെ കയ്യിൽ മൈക്കില്ല, അതുകൊണ്ടാണ് ഞാൻ ലൈവ് വോയിസ് ചെയ്യാതെ വോയിസ് ഓവർ ചെയ്യുന്നത്. എൻ്റെ മൈക്ക് ഓൺ ദ വേ ആണ്. അത് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ പിന്നെ എല്ലാ ലൈവ് വോയിസ് ആയിരിക്കും ചെയ്യുന്നത്. നമുക്ക് കൂടുതലും നമുക്ക് കാണുന്നവർക്കും ഒക്കെ ഇഷ്ടം നമ്മൾ ലൈവ് വോയിസ് കൊടുത്ത് ചെയ്യുന്നതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്കങ്ങനെയാണ്. ഞാൻ മറ്റ് യൂട്യൂബേഴ്സിൻ്റെ വീഡിയോസ് കാണുമ്പോൾ എനിക്കൊരു വോയിസ് ഓവർ കൊടുക്കുന്നതിനേക്കാളും ലൈവ് വോയിസ് കൊടുത്ത് ചെയ്യുന്നത് തന്നെയാണ് എനിക്ക് കാണാനൊരിഷ്ടം. അതുകൊണ്ട് നിങ്ങൾക്കും അങ്ങനെയാണെന്ന് വിചാരിക്കുന്നു. എൻ്റെ മൈക്ക് കൈ കിട്ടിക്കഴിഞ്ഞാൽ ഫുള്ള് നമ്മൾ തകർക്കും. ലൈവ് വോയിസ് ആയിരിക്കും, അടിപൊളിയായിരിക്കും. നമ്മൾ മെനഞ്ഞാന്നാണ് കേട്ടോ ഇങ്ങോട്ട് വന്നത്. അത് കഴിഞ്ഞ് ഇന്നലെ പുനലൂർ പോയിരുന്നു, അതുകൊണ്ട് ഇന്നലെ ഒന്നും നടന്നില്ല. കൊണ്ടുവന്ന ഡ്രസ്സുകളൊക്കെ അതേപോലെ വെച്ചേക്കുവാണ്. ഇനി എല്ലാം ഇത് അടക്കി പറക്കി അലമാരിയിലൊക്കെ വെക്കണം. 2-3 ദിവസം ഇവിടെ ഉണ്ടാവുള്ളൂ. അടുത്ത ഞായറോ തിങ്കളോ ഞങ്ങളങ്ങ് വീട്ടിൽ പോവും. ഇത് ഈ നെറ്റിപ്പട്ടം ഗുരുവായൂർ നണ്ണം വാങ്ങിച്ചുകൊണ്ട് തന്നെ കേട്ടോ. എനിക്ക് ഈ വീട്ടിലുള്ളതിൽ ഏറ്റവും ഇഷ്ടം ഈ നെറ്റിപ്പട്ടവും ആ ഗണപതിയാണ്. എനിക്ക് പണ്ടോട്ടേ ആഗ്രഹം ഉണ്ടായിരുന്നു നെറ്റിപ്പട്ടം വാങ്ങിക്കണം. ഞാനങ്ങനെ എൻ്റെ അവിടുത്തെ വെഞ്ഞാറമൂടിലെ വീട്ടിലേക്ക് ഞാൻ ആദ്യം 2-3 വർഷമായി മാമീരെയൊക്കെ കൂടെ ഗുരുവായൂർ പോയപ്പോൾ ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഇപ്പോൾ ഉണ്ണിക്കുണ്ട കല്യാണമായപ്പം അണ്ണൻ്റെ അടുത്ത് പറഞ്ഞ് ഇവിടെയും കൂടെ വാങ്ങിച്ച് വെപ്പിച്ചാണ്. അതിന് ഉണ്ണിക്കുണ്ടയൊക്കെ ഫോട്ടോ വരച്ചതാണ് കേട്ടോ. അത് ഫ്രെയിമോ ഒന്നുമല്ല, ഇതല്ല, ഇതിനെ തൊട്ട് മുന്നേ കണ്ടത്. അത് വരച്ചതാണ്, വരച്ച് പെയിൻറ്റ് ചെയ്താണ്. കല്യാണത്തിന് ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ചേച്ചി ഗിഫ്റ്റ് ചെയ്തതാണ്. ഇത് നോക്കണ്ട, ഇതെൻ്റെ എൻഗേജ്മെൻറ്റ് ഫോട്ടോ. ഇത് ഞങ്ങളുടെ കല്യാണത്തിൻ്റെ ഫോട്ടോ. ഇതിനകത്ത് അച്ഛനുണ്ട്, ഉണ്ണിക്കുട്ടൻ്റെ അച്ഛനില്ല. ഇത് ഉണ്ണിക്കുട്ടൻ്റെ കല്യാണ ഫോട്ടോ. അതിനകത്ത് പൊന്നൂട്ടി ഒരു ഹനുമാനെ കണക്കാണ് നിൽക്കുന്നത്. അവൾ അങ്ങനെ വെച്ചേക്കുന്ന ഫോട്ടോ എന്തിനാണ് അവർ ഫ്രെയിം ചെയ്തുകൊണ്ട് തന്നതെന്ന് എനിക്കറിയാൻ വയ്യ. ഇതും പുതിയ കൃഷ്ണനാണ് കേട്ടോ. ഇതും ഗുരുവായൂരിൽ അണ്ണൻ വാങ്ങിച്ചുകൊണ്ട് വന്നതാണ്. പൊന്നൂട്ടി അവിടെ ചോറൊക്കെ കഴിച്ചിട്ട് കൈയൊക്കെ കഴിവാണ് കേട്ടോ. ഈ ഒരു ലോട്ടസ് ഞാൻ വാങ്ങിക്കാൻ പോയ കളർ എനിക്ക് കിട്ടിയില്ല. എനിക്ക് വയലറ്റ് ലോട്ടസാണ് കിട്ടിയത്. വയലറ്റ് ലോട്ടസ് ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. നിങ്ങളുടെ അറിവുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. എനിക്കുണ്ടല്ലോ ഇവിടെ നിന്നപ്പം ഈ ഒരു സ്ഥലത്തിൻ്റെ ഇതൊന്നും എനിക്കറിയത്തില്ല. എനിക്കിവിടുന്ന് കല്യാണം കഴിഞ്ഞ് പോയിട്ട് വല്ലപ്പോഴും ഒക്കെ ഇങ്ങോട്ട്, അതിപ്പോൾ എനിക്ക് മാത്രമല്ല എല്ലാ പെൺകുട്ടികൾക്കും അതൊക്കെ തന്നെ ആയിരിക്കും. കല്യാണം കഴിഞ്ഞ് പോയിട്ട് നമ്മുടെ വീട്ടിലിങ്ങനെ വന്നിരിക്കുക ഒരു പ്രത്യേക സുഖമാണ്. 10-21 വർഷം ജീവിച്ചപ്പം എനിക്കൊന്നും തോന്നിയില്ല ഇവിടെ. പക്ഷേ ഇവിടെ ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടേക്ക് ഇരിക്കുമ്പോൾ എന്തോ ഇവിടെ ഒരു വേറെ എന്തോ ഒരു, നമുക്ക് ഇവിടെ ഇരിക്കുമ്പോഴേ സിറ്റൗട്ടിരിക്കുമ്പോൾ നമുക്ക് ഇവിടുത്തെ ചുറ്റിനും അമ്പലങ്ങളുണ്ട്. ഒരു 4-5 അമ്പലങ്ങളുണ്ട്. ദേവീക്ഷേത്രമുണ്ട്, ശിവക്ഷേത്രമുണ്ട്. അവിടുത്തെ എല്ലാ റെക്കോർഡൊക്കെ ഒരു 5-5:30 മണിയാകുമ്പോൾ കേൾക്കാം. അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ നമുക്കൊരു പ്രത്യേക വൈബാണ്. അങ്ങ് വെഞ്ഞാറമൂട് അമ്പലമുക്കിൽ വീട്ടിൽ ഇരുന്നാൽ അമ്പലത്തിൽ റെക്കോർഡൊന്നും കേൾക്കാൻ പറ്റത്തില്ല. അവിടെ വേറെ വൈബ്, അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് വൈബാണ് ഇവിടെ വണ്ടിയാണെങ്കിൽ ഫുള്ള് പൊടിയൊക്കെ ആയിട്ട് കിടക്കുക. വീട്ടിൽ ചെന്നിട്ട് കഴിഞ്ഞ് കഴിവുന്നുള്ളൂ. ഇവിടെ മഴയും കൂടെ പെയ്യുന്നതുകൊണ്ട് എന്തൊക്കെയോ കുറേ ഒരുമാതിരി ചെളി കണക്കൊക്കെ ഇരിക്കുകയാണ്. അതുകൊണ്ട് നാളെ എങ്ങനെ ഒന്ന് കഴുകണം. മറ്റന്നാൾ വീട്ടിൽ പോകുന്നുണ്ടെങ്കിൽ നാളെ ഒന്ന് കഴുകണം. ഇല്ലെങ്കിൽ ഞാൻ പിന്നെ വീട്ടിൽ പോയിട്ടേ കഴിയുന്നുള്ളൂ. പൊന്നൂട്ടി പിന്നെ ഓട്ടം തുടങ്ങി. അവളെ വിചാരം അവൾ ഓടുന്നതാണ് ഞാൻ വീഡിയോ എടുക്കുന്നതെന്നും പറഞ്ഞാണ് കിടന്ന് ഓടുന്നത്. ഇനിയിപ്പോൾ പിടിച്ചിട്ട് ഉറക്കണം. ഉച്ച കഴിഞ്ഞ് 2 മണിക്കൂറൊന്നും ഉറങ്ങൂല, 1 മണിക്കൂറൊക്കെ ഉറക്കണമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാനും പൊന്നൂട്ടിയും കൂടെ ഒന്ന് ഉറങ്ങാമെന്നും പറഞ്ഞ് കിടക്കുവാണ്. പുറത്ത് നല്ല മഴക്കോളുണ്ട്. മഴ പെയ്യുമെന്നാണ് എനിക്ക് തോന്നുന്നത്. നല്ല കോളുണ്ട്. അപ്പോൾ ഇന്ന് പത്രത്തിലും ന്യൂസിലും ഒക്കെ ഉണ്ടായിരുന്നു മഴ പെയ്യുമെന്നത്. എൻ്റെ മുടി മൊത്തം പൊഴിയുന്നു കേട്ടോ. നല്ല അടിപൊളി മഴ തുടങ്ങി. അടിപൊളി മഴയെന്ന് വെച്ചാൽ ഈ ഒരു വർഷം ഇത്രയും നല്ല മഴ പെയ്തിട്ടില്ല. ഇവിടെ ഇന്നലെയും മെനഞ്ഞാന്നൊക്കെ മഴ പെയ്തായിരുന്നു. ഇന്നലെ ചെറുതായിട്ടൊന്ന് പെയ്ത് പോയതേ ഉള്ളൂ. പക്ഷെ മെനഞ്ഞാന്ന് അടിപൊളി മഴയായിരുന്നു. പക്ഷേ ഇത് എൻ്റെ അടിപൊളി മഴയെന്ന് വെച്ചാൽ എനിക്ക് പുറത്തിറങ്ങി നനയാൻ തോന്നുന്നു. എൻ്റെ വണ്ടി നനയുന്നു. കുഴപ്പമില്ല, വണ്ടിയല്ലേ. എനിക്കാണെങ്കിൽ പുറത്തിറങ്ങി മഴയൊന്ന് നനയണമെന്നുണ്ട്. പക്ഷെ നനഞ്ഞാൽ എനിക്ക് പനി പിടിക്കും, ഉറപ്പാണ്. ഏട്ടനോ ഉണ്ണിക്കുട്ടനോ ഒക്കെ ഉണ്ടെങ്കിൽ എനിക്ക് ധൈര്യമായിട്ട് മഴ നനയാം. അന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുവരാൻ ആളുണ്ടല്ലോ. അമ്മയാണെങ്കിൽ പിന്നെ പനി വന്നു കഴിഞ്ഞാൽ പിന്നെ കിടപ്പാണ്. എന്നെ കൊണ്ട് എണീക്കാനൊന്നും പറ്റത്തില്ല. അമ്മയെ കൊണ്ട് പിന്നെ എല്ലാം കൂടെ പാടാണ്, പൊന്നൂട്ടിയുടെ കാര്യം. അതുകൊണ്ട് പനി വരുമെന്നുള്ള ഒറ്റ പേടി കാരണമാണ് ഈ മഴയത്ത് ഞാൻ ഇറങ്ങാഞ്ഞത്. പിന്നെ ചെറിയ ഇടിയുണ്ട് കേട്ടോ. ഇടിയും ചെറിയൊരു പേടിയുണ്ട്. ഞാൻ എപ്പോഴും മഴ പെയ്യുമ്പോൾ നോക്കും ആലിപ്പഴം വീഴുന്നു എന്ന് നോക്കും. പക്ഷേ ആലിപ്പഴമൊന്നും വീഴാറില്ല.
കഴിഞ്ഞ വർഷമാണോ അതിൻ്റെ അങ്ങേ വർഷമാണോ അത് ഏതോ ഒരു ദിവസം ആലിപ്പഴം വീണായിരുന്നു. നല്ല അടിപൊളി മഴ നോക്കി. പൊന്നൂട്ടിക്ക് ഒന്ന് മഴയത്തൊക്കെ ഇറങ്ങണമെന്നുണ്ട്. പൊന്നൂട്ടിയെ ഒരു തുള്ളി വെള്ളം പോലും പൊന്നൂട്ടിയുടെ തലയിൽ വീണ പൊന്നൂട്ടിക്ക് പനിയാണ്. അങ്ങനെയാണ് പൊന്നൂട്ടിയുടെ അവസ്ഥ. ഞാനും അങ്ങനെയൊക്കെ തന്നെയാണ്. അതുകൊണ്ട് എനിക്ക് പൊന്നൂട്ടിയെ കുറ്റം പറയാനൊന്നും പറ്റത്തില്ല. നല്ല മഴ, അടിപൊളി മഴ. പൊന്നൂട്ടിക്ക് വള്ളം ഉണ്ടാക്കി കൊടുക്കണമെന്ന് പറഞ്ഞേക്കാണ്. പേപ്പർ വെച്ചിട്ട് നല്ല മഴ പെയ്യുമ്പോൾ വള്ളം ഉണ്ടാക്കി കൊടുക്കണമെന്ന് പറഞ്ഞേക്കാണ്. പേപ്പർ വെച്ചിട്ട് വള്ളം ഉണ്ടാക്കി വെള്ളത്തിൽ ഇട്ടാൽ അത് അപ്പോഴേ നനഞ്ഞ് ചീത്തയായി പോവില്ല. അതുകൊണ്ട് ഞാൻ പറയും നമുക്ക് വേറൊരു ദിവസം ബക്കറ്റിലൊക്കെ വെള്ളം എടുത്തിട്ട് നമുക്ക് വള്ളം ഉണ്ടാക്കി കളിക്കാം എന്ന് പറഞ്ഞേക്കാണ്. നല്ല മഴ, നമുക്ക് നല്ല രസമുണ്ട്. എനിക്ക് ഭയങ്കര ഇവിടെ ഇരുന്നും ഇങ്ങനെ മഴയൊക്കെ ആസ്വദിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അവിടെ ഇരുന്ന് മഴയൊന്നും ആസ്വദിക്കാൻ അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടമില്ല. എന്നാലും കുഴപ്പമില്ല. അമ്മയടുത്ത് ഞാൻ അമ്മ ചായ ഇടാൻ നേരത്ത് പഴംപൊരി ഉണ്ടാക്കിക്കൊണ്ട് വന്നതെന്ന് പറഞ്ഞു. അമ്മ പിന്നെ നിനക്ക് അങ്ങോട്ട് ഉണ്ടാക്കിക്കൂടെ എന്നൊക്കെ പറഞ്ഞെങ്കിലും അമ്മ പഴംപൊരിയൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് വന്നിട്ട് നല്ല ടേസ്റ്റാണ്. കാണാൻ വലിയ ഭംഗിയൊന്നും ഇല്ലായിരുന്നെങ്കിലും പഴംപൊരി നല്ല ടേസ്റ്റാണ്. ഞാനാണെന്ന് തോന്നുന്നു കൂടുതലും കഴിച്ചത്. അമ്മ ഇങ്ങനെ ഒരു പീസ കണ്ടേ കഴിച്ചുള്ളൂ. പൊന്നൂട്ടിയും ഒന്നും കണ്ടേ കഴിച്ചുള്ളൂ. ബാക്കി ഫുള്ള് ഞാനായിരുന്നു കഴിച്ചത്. ചായയൊക്കെ കുടിച്ചു. ഞാൻ വിചാരിച്ചു ഇനി എണ്ണപ്പനയിലൊന്ന് അവിടെ നല്ല സൺസെറ്റ് കാണും. ഒരു 6-6:30 മണിയാകുമ്പോൾ നല്ല സൺസെറ്റ് കാണും. അതൊന്ന് പോകാമെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ ഈ ഇന്നത്തെ ഒരു രീതി കണ്ടിട്ട് പുറത്തിറങ്ങാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. പൊന്നൂട്ടി വള്ളം ഉണ്ടാക്കി കൊടുത്തേട്ടാ അമ്മ വള്ളം ഉണ്ടാക്കി കൊടുത്തത് കൊണ്ട് പൊന്നൂട്ടി ഇരിക്കുവാണ്. പറ്റുമെങ്കിൽ ഒന്ന് സൺസെറ്റ് കാണാൻ പോകണമെന്ന് വിചാരിക്കുന്നു. സമയം രാത്രി 8:30 കഴിഞ്ഞു. 9 മണിയൊക്കെ ആവാറായി. സൺസെറ്റും ഒന്നും കാണാൻ പറ്റിയില്ല. 2:30 തൊട്ട് തുടങ്ങിയ മഴയാണ്. പൊന്നൂട്ടി ഫുള്ള് പ്രവീണിൻ്റെയും പ്രണവിൻ്റെയും വീഡിയോ കണക്കാണ്. ഫുൾ ടൈം പണി. വേറെ ആരുടെയും കാണത്തില്ല. കാർട്ടൂൺ പോലും ഇപ്പോൾ കാണണ്ട. രാവിലത്തെ ദോശയുടെ മാവും ഉണ്ടായിരുന്നു. രാവിലത്തെ ചമ്മന്തിക്കറി ആയിരുന്നു കേട്ടോ. വൈകിട്ട് അമ്മ പറഞ്ഞ് കുഴക്കട്ട ഉണ്ടാക്കാമെന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷേ കറണ്ട് ഇല്ലാത്തതുകൊണ്ട് ഒന്നും പറ്റിയില്ല. അങ്ങനെ രാവിലത്തെ ദോശയും രാവിലത്തെ ചമ്മന്തിക്കറിയും കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യുവാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.